കുവൈറ്റിലെ തൊഴിലാളി ക്യാമ്പിലുണ്ടായ തീപിടുത്തത്തിൽ മരണം 49ആയി. മരിച്ചവരിൽ 40 പേർ ഇന്ത്യക്കാരാണ്. 13 മലയാളികളും മരിച്ചതായി സ്ഥിരീകരണം വന്നു. വിവരങ്ങൾ അമൽനാഥ് പാടിച്ചാൽ നൽകും. അമൽ, ഏറ്റവും ഒടുവിൽ അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഈ പരിക്കേറ്റവരുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട്? ലിബീഷ്, കഴിഞ്ഞ ദിവസം കുവൈത്തിലെ NBTC കമ്പനിയുടെ ക്യാമ്പുകളിൽ മരണപ്പെട്ടവരുടെ എണ്ണം 49 എന്ന കണക്കാണ് പുറത്തു വരുന്നത്. ഇതിൽ 43 പേരും ഇന്ത്യക്കാരെ ആണ് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അപ്പം തന്നെ 13 മലയാളികൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ഈ 13 മലയാളികളെയും നിലവിൽ തിരിച്ചറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇവർ പത്തനംതിട്ട, കൊല്ലം, കോട്ടയം, കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം ജില്ലകളിൽ നിന്നുള്ളവരാണ്. ഈ 13 മലയാളികൾ എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. 49 മരണത്തോടൊപ്പം തന്നെ 50ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇതിൽ 7 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ പുലർച്ചെ ഏകദേശം ഒരു 4 മണിയോടുകൂടിയാണ് NBTCയുടെ ക്യാമ്പുകളിൽ ഇത്തരത്തിലുള്ള ഒരു വലിയ തീപിടുത്തമുണ്ടാകുന്നത്. പുലർച്ചയോടുകൂടി അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ മുറിയിൽ നിന്നും പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് ഈ തീപിടുത്തം ഉണ്ടാകുന്നത്. ഈ തീപിടുത്തത്തെ തുടർന്ന് വലിയ രീതിയിൽ പുക ഉയർന്നിരുന്നു. ഈ പുക ശ്വസിച്ചാണ് കൂടുതലായി മരണമുണ്ടായത്. ഇത്തരത്തിൽ പുക ഉയർന്ന സാഹചര്യത്തിൽ പലരും അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി ജനൽ വഴിയൊക്കെ എടുത്ത് താഴേക്ക് ചാടിയിരുന്നു. അത്തരത്തിൽ ഉള്ള അപകടങ്ങളും മരണത്തിലേക്ക് നയിച്ചിരുന്നു. ഒപ്പം തന്നെ ഈ ഒരു അപകടങ്ങളൊക്കെ വലിയ രീതിയിൽ ഗുരുതര പരിക്കുകളിലേക്ക് എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. പുലർച്ചെ ആയതിനാൽ തന്നെ ഈ തൊഴിലാളികൾ, ജീവനക്കാർ ഒക്കെ തന്നെയും ഉറക്കത്തിലായിരുന്നു. അതിനാൽ തന്നെ പുക ഉയരുന്നതോ തീപിടുത്തം ഉണ്ടാകുന്നതോ ഒന്നും തന്നെ ആർക്കും മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. ഏറ്റവും അവസാന നിമിഷത്തിലായിരുന്നു ഇത്തരത്തിൽ മുറിയിൽ പുക ഉയരുന്നതും തീ പടരുന്നതുമൊക്കെ ഇവർ അറിഞ്ഞിരുന്നു. അതിനാൽ തന്നെ പരസ്പരം ഇവർക്ക് രക്ഷപ്പെടുവാനുള്ള മറ്റ് മാർഗങ്ങളൊന്നും ചിന്തിച്ചു നിൽക്കാൻ പോലും സമയമുണ്ടായിരുന്നില്ല. അവർ ഇത്തരത്തിൽ മരണവെപ്രാളത്തിൽ മുറിക്കുള്ളിലൂടെ ഓടുമ്പോൾ പോലും പലരും കൂട്ടിയിടിച്ചും അപകടമുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി പലരും ജനൽ വഴി പുറത്തേക്ക് ചാടുകയായിരുന്നു. അതിലായിരുന്നു കൂടുതൽ മരണങ്ങൾ. ഒപ്പം തന്നെ പുക ശ്വസിച്ചും മരണങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് നിലവിൽ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നുള്ളത്. നമുക്ക് ആ മരണപ്പെട്ടവരുടെ, അതായത് മലയാളികളുടെ ആ ഒരു പട്ടിക ഒന്ന് പരിശോധിക്കുമ്പോൾ പ്രധാനമായും കൊല്ലത്ത് നിന്നും മരണപ്പെട്ട ഷമീർ, ലൂക്കോ, സാബു, സാജൻ എന്നിവരാണ്. ഒപ്പം തന്നെ പത്തനംതിട്ടയിൽ നിന്നും മുരളീധരൻ, ആകാശ്, ശശിധരൻ, സജു വർഗീസ് എന്നിവരും, മലപ്പുറത്ത് നിന്ന് നുഹ് ബാഹുലൈൻ എന്നിവരും, കോട്ടയത്ത് നിന്നും സ്റ്റെഫിൻ എബ്രഹാം, സാബു എന്നിവരും, കാസർഗോഡ് രഞ്ജിത്ത്, കേളു എന്നിവരുള്ളവരും, കണ്ണൂർ തടമത് വിശ്വാസ് കൃഷ്ണ എന്നിവരുമൊക്കെയാണ് മരണപ്പെട്ടത് എന്ന ആ ഒരു പട്ടികയാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതേസമയം തന്നെ ഇപ്പോൾ പല വീടുകളിലും, അതായത് മരണപ്പെട്ടവരുടെ വീടുകളിലൊന്നും തന്നെ ഇത്തരത്തിലുള്ള വിവരങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നുമാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. അതായത് തങ്ങളുടെ ബന്ധുക്കൾക്ക് ഇത്തരത്തിൽ ഈ ഒരു തീപിടുത്തത്തിൽ അപകടം ഉണ്ടായിട്ടുണ്ട്, പരിക്കു പറ്റിയിട്ടുണ്ട് എന്ന് മാത്രമേ ബന്ധുക്കൾക്ക് അറിയുള്ളൂ. ഇവർ മരണപ്പെട്ടു എന്ന രീതിയിലുള്ള വിവരം ബന്ധുക്കൾക്ക് അറിഞ്ഞിട്ടില്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇത്തരത്തിൽ ഈ ഒരു തീപിടുത്തമുണ്ടായ സാഹചര്യത്തിൽ കുവൈറ്റിലെ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നിയമ നടപടികളുമായി ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അന്വേഷണങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ ഈ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായി ഏകദേശം 27 സമാനമായ ക്യാമ്പുകൾ പൂട്ടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതേസമയം തന്നെ ഇത്തരത്തിലൊരു അപകടമുണ്ടായ സാഹചര്യത്തിൽ ഉടൻ തന്നെ, അതായത് 4:23 തന്നെ ഈ ഫയർഫോഴ്സിനെ വിവരമറിയിക്കാൻ വേണ്ടി സാധിച്ചിരുന്നു. മിനിറ്റുകൾക്കുള്ളിൽ, ഏകദേശം ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ 4:28 തന്നെ ഫയർഫോഴ്സ് സംഭവ സ്ഥലത്ത് എത്തി പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടത്തിയിരുന്നു. എങ്കിലും അവർക്ക് പരിമിതികൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. 7 മുറിയുള്ള ഒരു വലിയ കെട്ടിടമായിരുന്നു. ഇവർ എത്തുമ്പോഴേക്കും പൂർണ്ണമായും പുക മുറികളിലേക്കൊക്കെ നിറഞ്ഞിരുന്നു എന്നാണ് ഇവരുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്ന വിവരം. ഇതിൽ 45 പേർ, അതായത് 49 പേരാണ് മരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിൽ 45 പേരുടെ മൃതദേഹം സംഭവ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു. മറ്റ് 4 പേര് ആശുപത്രിയിലാണ് മരണപ്പെട്ടതെന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. നിലവിൽ ഇപ്പോൾ സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നിയമ നടപടികളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ മറ്റ് കെട്ടിടങ്ങളിൽ നിയമലംഘനങ്ങൾ നടന്നിട്ടുണ്ടോ എന്ന രീതിയിലുള്ള പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിൻ്റെ ഭാഗമായാണ് ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരത്തിലുള്ള 27 ക്യാമ്പുകൾ പൂട്ടാൻ വേണ്ടിയുള്ള നിർദ്ദേശം നിലവിൽ വന്നിരിക്കുന്നു. ഒപ്പം തന്നെ സർക്കാർ ഏജൻസികളുടെ കൂടുതൽ അന്വേഷണങ്ങളും നിലവിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. അതേസമയം ഈ മരണപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് നിലവിൽ സർക്കാർ 2 ലക്ഷം രൂപ ധനസഹായം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ അതായത് ഈ 50ഓളം പേർക്ക് പരിക്കു പറ്റിയിട്ടുണ്ട് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അതിൽ 7 പേരുടെ നില ഗുരുതരമാണ്. മറ്റ് 43 പേരുടെ നില തൃപ്തികരമാണ് എന്നൊരു വിവരം കൂടിയാണ് നിലവിൽ ലഭിക്കുന്നുള്ളത്. മറ്റ് ഭയപ്പെടേണ്ട സാഹചര്യങ്ങളൊന്നുമില്ല എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ബന്ധുക്കൾക്ക് ലഭിച്ചത് എന്നാണ് നിലവിൽ മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നത്. അതേസമയം തന്നെ ഈ ഒരു അപകടവുമായി, ഒരു തീപിടുത്തവുമായി ബന്ധപ്പെട്ട് ഈ കമ്പനിയുടെ NBTC കമ്പനിയുടെ ഒരു വിശദീകരണവും
പുറത്തു വന്നിട്ടുണ്ട്. അതായത് നിർഭാഗ്യകരമായ ഒരു കാര്യമാണ് സംഭവിച്ചത്. ഈ പ്രവർത്തകർ അല്ലെങ്കിൽ ഈ ജീവനക്കാരൊക്കെയും തങ്ങളുടെ കുടുംബാംഗങ്ങളെ പോലെയായിരുന്നു. ഇത്തരത്തിലൊരു അപകടമുണ്ടായതിൽ വലിയ ദുഃഖമുണ്ട്. ഇവരുടെ ആവശ്യമായ, അതായത് ഇത്തരത്തിൽ ഈ പരിക്കുപറ്റി ചികിത്സയിൽ കഴിയുന്നവരുടെ ചിലവുകളൊക്കെ ഏറ്റെടുക്കുമെന്ന രീതിയിലുള്ള പ്രതികരണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഒപ്പം തന്നെ മരണപ്പെട്ടവരുടെ വീടുകളിലേക്ക് അവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്, അവരെ നിരന്തരം ബന്ധപ്പെടുന്നുണ്ട്, മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. ഇത്തരത്തിലുള്ള പ്രതികരണങ്ങൾ തന്നെയാണ് നിലവിൽ ഈ കമ്പനിയുടെ ഭാഗത്തു നിന്നും പുറത്തു വന്നിട്ടുള്ളത്. അതേസമയം തന്നെ ഈ മൃതദേഹങ്ങൾ ഉടൻ തന്നെ നാട്ടിലെത്തിക്കുവാനുള്ള എല്ലാ നടപടിക്രമങ്ങളും നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഇപ്പോൾ തിരിച്ചറിയാൻ ഇനിയും മൃതദേഹങ്ങൾ ബാക്കിയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന DNA ടെസ്റ്റുകൾ അടക്കം നടത്തുമെന്നാണ് നിലവിൽ വരുന്ന റിപ്പോർട്ടുകൾ. ഈ DNA ടെസ്റ്റുകൾ നടത്തുവാനുള്ള ഒരു കാലതാമസം ചിലപ്പോൾ നേരിട്ടേക്കാം. എങ്കിലും ഏറ്റവും പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ DNA ടെസ്റ്റുകൾ അടക്കം നടത്തിക്കൊണ്ട് ഇനിയും തിരിച്ചറിയാനുള്ള മറ്റ് മൃതദേഹങ്ങൾ കൂടി തിരിച്ചറിഞ്ഞുകൊണ്ട് അവ നാട്ടിലേക്ക് എത്തിക്കുവാനുള്ള നടപടിക്രമങ്ങളൊക്കെ തന്നെയും പെട്ടെന്ന് പൂർത്തിയാക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. വളരെ ദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. 49 പേരായിരുന്നു മരണപ്പെട്ടത്. ഇതിൽ 43 പേർ ഇന്ത്യക്കാരാണ് എന്ന വിവരമാണ് പുറത്തു വരുന്നത്. ഇതിൽ 13 മലയാളികൾ ഉൾപ്പെടുന്നു. ഈ 13 മലയാളികളെയും നിലവിൽ തിരിച്ചറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ലിബീഷ്, അമൽ, അവിടെ മറ്റ് തുടർ നടപടികളുടെ ഏകോപനമൊക്കെ എങ്ങനെയാണ് നടക്കുന്നത്? അതായത് പരിക്ക് പറ്റിയവരുടെ ചികിത്സ, മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ, അക്കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ 50ഓളം പേർക്കായിരുന്നു ഈ ഒരു അപകടത്തിൽ പരിക്കുപറ്റിയത്. പ്രധാനമായും ഇവർ ഈ മുറിയിൽ നിന്നും, ഈ ക്യാമ്പുകളിൽ നിന്നും എടുത്ത് പുറത്തേക്ക് ചാടുമ്പോഴായിരുന്നു പരിക്കുപറ്റിയിട്ടുണ്ടായിരുന്നത്. ഇതിൽ 7 പേരുടെ നില ഗുരുതരമാണ്. ഇവരുടെ ചികിത്സ നിലവിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ കമ്പനി തന്നെ, NBTC കമ്പനി തന്നെ ഇവരുടെ ചികിത്സാ ചിലവ് ഏറ്റെടുക്കുമെന്ന രീതിയിലുള്ള പ്രതികരണം നിലവിൽ പുറത്തു വന്നിട്ടുണ്ട്. മറ്റ് 43 പേരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്ന തരത്തിലുള്ള പ്രതികരണങ്ങളാണ് നിലവിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അറിയേണ്ടത് ഈ ഒരു മൃതദേഹങ്ങൾ, അതായത് മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുവാനുള്ള ആ ഒരു എത്ര ദിവസം കൊണ്ട് എത്തും, അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതിൽ ചില പ്രൊസീജിയറുകൾ ബാക്കിയുണ്ട്. അതായത് ഇനിയും തിരിച്ചറിയാനുള്ള മൃതദേഹങ്ങൾ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനുള്ള ടെസ്റ്റുകൾ, ഈ DNA ടെസ്റ്റുകൾ അടക്കമാണ് ഇനി നടത്തേണ്ടതുള്ളത്. അതിൻ്റെ ഒരു കാലതാമസം ഉണ്ടാകുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതെങ്കിലും ഏറ്റവും പെട്ടെന്ന് തന്നെ ഇത്തരത്തിൽ ഈ ടെസ്റ്റുകളൊക്കെ തന്നെയും നടത്തിക്കൊണ്ട് മൃതദേഹങ്ങൾ ഇത്തരത്തിൽ തിരിച്ചറിഞ്ഞുകൊണ്ട് അവ ബന്ധുക്കളെ ഏൽപ്പിക്കും. അത് പെട്ടെന്ന് തന്നെ ഉണ്ടാകും. അതിൻ്റെ യോഗങ്ങൾ അടക്കം തന്നെ, മന്ത്രിസഭാ യോഗങ്ങളടക്കം തന്നെ ചേരുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിനു പുറമെ ഇനി ഉണ്ടാകേണ്ട നിയമ നടപടികൾ എന്ന് പറഞ്ഞാൽ ഇത്തരം ക്യാമ്പുകൾക്കെതിരെയുള്ള നിയമ നടപടികളാണ്. കഴിഞ്ഞ ദിവസത്തോടു കൂടി തന്നെ ഈ നിയമ നടപടികളിലേക്ക് കുവൈത്ത് സർക്കാർ കടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ സർക്കാരിൻ്റെ ഏജൻസികൾ അന്വേഷണവുമായി നിലവിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ, അതായത് ഈ ഒരു കെട്ടിടത്തിൽ 200ഓളം പേരായിരുന്നു താമസിക്കുന്നത്. ഈ ജീവനക്കാരിൽ നിന്നും, അതായത് അവിടെ ഉണ്ടായിരുന്ന മറ്റ് ജീവനക്കാരിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത് ആവശ്യമായ സൗകര്യങ്ങളൊക്കെ തന്നെയും ഈ കമ്പനി നൽകിയിട്ടുണ്ട് എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണെങ്കിലും അന്വേഷണങ്ങൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ടോ, എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടായിരുന്നോ ഇത്തരത്തിലുള്ള ബിൽഡിങ്ങുകൾ, കെട്ടിടങ്ങളൊക്കെ പ്രവർത്തിച്ചിരുന്നു എന്ന തരത്തിലുള്ള അന്വേഷണങ്ങൾ നിലവിൽ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. തൊട്ട് സമീപം മറ്റൊരു ക്യാമ്പും കൂടി ഉണ്ടായിരുന്നു. അതിൽ ഏകദേശം 195ഓളം ജീവനക്കാർ താമസിക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. എന്നാൽ അവിടേക്ക് തീ പടർന്നിട്ടില്ല എന്നത് വലിയ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ്. 7 നിലകളിലായാണ് ഈ കെട്ടിടം ഉണ്ടായിരുന്നത്. ഇത്തരത്തിൽ ഈ അഗ്നിശമന സേനയെ വിവരം അറിയിച്ച സാഹചര്യത്തിൽ അവർ എത്തുമ്പോഴേക്കും 7 മുറികളിലേക്കും പുക പടർന്നത് കൊണ്ടാണ് അവർക്ക് കാര്യമായ രീതിയിൽ മറ്റ് രക്ഷാപ്രവർത്തനങ്ങളിലേക്ക് എത്താൻ സാധിക്കാതിരുന്നത്. ഈ 49 എന്ന മരണസംഖ്യ ഉണ്ടായിരിക്കുന്നത്. 45 പേരും സംഭവ സ്ഥലത്ത് തന്നെയാണ് മരണപ്പെട്ടത് എന്ന വിവരവുമാണ് പുറത്തു വരുന്നത്. ഇത്തരത്തിൽ ഈ ഒരു കെട്ടിടം പ്രവർത്തിക്കുന്നതിൽ എന്തെങ്കിലും തരത്തിലുള്ള മാനദണ്ഡങ്ങളിൽ ലംഘനം ഉണ്ടായിരുന്ന രീതിയിലുള്ള അന്വേഷണങ്ങളാണ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റ് ക്യാമ്പുകളിലേക്കും ഇത്തരത്തിൽ അന്വേഷണം നടന്നിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായി ഏകദേശം 27ഓളം ക്യാമ്പുകൾ നിലവിൽ പൂട്ടിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വരും ദിവസങ്ങളിലും ഇത്തരത്തിൽ അന്വേഷണം പുരോഗമിക്കുമെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. അതേസമയം തന്നെ ഇത്തരത്തിലൊരു അപകടത്തിലേക്ക്, ഈ ഒരു തീപിടുത്തത്തിലേക്കുണ്ടായ കാരണം എന്ന് പറയുന്നത് ഈ ക്യാമ്പിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ മുറിയിൽ നിന്നും പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് ഈ തീപിടുത്തം ഉണ്ടായത് എന്ന ഒരു നിഗമനമാണ്, അല്ലെങ്കിൽ ഒരു വിവരമാണ് നിലവിൽ ലഭ്യമാകുന്നത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സെക്യൂരിറ്റി ജീവനക്കാരനെ അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ഒരു കെട്ടിട ഉടമയെയും അറസ്റ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും നിലവിൽ പൂർത്തിയായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എല്ലാ നിയമ നടപടികളിലേക്കും സർക്കാർ കടന്നിട്ടുണ്ട്. ഈ മൃതദേഹങ്ങൾ നാട്ടിലേക്ക് എത്തിക്കുവാനുള്ള കാര്യങ്ങളും ഒപ്പം തന്നെ മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള എല്ലാ കാര്യങ്ങളിലേക്കും നിലവിൽ വളരെ പെട്ടെന്ന് തന്നെ അവ പൂർത്തിയാക്കുവാനുള്ള എല്ലാ കാര്യങ്ങളിലേക്കും നിലവിൽ കടന്നിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ലിബീഷ്, ശരി അമൽ.
മരിച്ചവരിൽ കാസർഗോഡ് സ്വദേശികളുമുണ്ട്. തൃക്കരിപ്പൂർ സ്വദേശി കേളു, ചർക്കള കുണ്ടടക്കം സ്വദേശി രഞ്ജിത്ത് എന്നിവരാണ് മരിച്ചത്. രഞ്ജിത്തിന്റെ സുഹൃത്തും വാർഡ് മെമ്പറുമായ ശിവപ്രസാദിന്റെ വാക്കുകളിലേക്ക് ആദ്യം പോകാം.